ഇറാന്റെ കയ്യിലുള്ള മിസൈലുകൾക്ക് ദൂരപരിധി 2800 മുതൽ 3000 കിലോമീറ്റർ വരെയുണ്ട്. ഇറാൻ ഇപ്പം ആക്രമിച്ചിട്ടുള്ള UK ബേസിലോട്ട് 4000 കിലോമീറ്റർ ഉണ്ട്. ബാക്കി 1300 കിലോമീറ്റർ കൂടിയ തരം മിസൈലുകൾ എവിടുന്ന് വന്നു എന്നാണ് ഇപ്പം എല്ലാവരും ചിന്തിക്കുന്നത്. ഇറാൻ പുറത്തെടുത്തിട്ടില്ല, ഇനി ഞങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്ന് പറഞ്ഞ പല സാധനങ്ങളും ഏതൊക്കെ റേഞ്ചിൽ പോകും എന്നുള്ള പേടി നല്ല രീതിക്ക് ലോക രാജ്യങ്ങൾക്ക് തന്നെ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഫയൽ വാൻ ജയിച്ചേ എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ ട്രംപിന്റെ കഥ. യുദ്ധം ഞങ്ങൾ ജയിച്ചു, അതുകൊണ്ട് യുദ്ധം നിർത്താനുള്ള തീരുമാനത്തിലാണ് ഞങ്ങൾ എന്ന്. അത് കേട്ടപ്പം ഇറാൻ അങ്ങനെ നിർത്താതെ നമുക്ക് കുറച്ചുകൂടെ ഒക്കെ അടിക്കുക, നിങ്ങളെങ്ങനെ പോവല്ലേ എന്ന് ഇറാന്റെ വിദേശകാര്യ മന്ത്രിയും. ഇറാന്റെ ആണവ നിലയങ്ങൾ മൊത്തം തകർത്തു എന്നാണ് അമേരിക്കയും ഇസ്രായേലും പറയുന്നത്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇസ്രായേലിലെ ആണവ നിലയമായിട്ടുള്ള ഡിമോണയിലേക്ക് ഇറാന്റെ 3 മിസൈലുകൾ ഇന്ന് പാഞ്ഞെത്തിയത്. ജോ കെന്റ്, യുണൈറ്റഡ് സ്റ്റേറ്റ് ആന്റി ടെററിസം വിങ്ങിന്റെ ഡയറക്ടർ, എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു രാജി വെച്ചതെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മനസ്സാക്ഷിക്ക് തോന്നിയത് ഞാൻ ചെയ്തിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതുവരെയുള്ള ചില സംഭവ വികാസങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. US ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന്റെ ഭാഗമായിട്ട് ഡൊണാൾഡ് ട്രംപ് ഇന്ന് തൻ്റെ സോഷ്യൽ മീഡിയയിലുള്ള ഒരു പ്രസ്താവന പറഞ്ഞിട്ടുണ്ട്. യുദ്ധം നിർത്താനുള്ള തീരുമാനത്തിലാണ്, അതല്ലെങ്കിൽ യുദ്ധം നിർത്താനുള്ള കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞങ്ങൾ യുദ്ധം ജയിച്ചല്ലോ, ഇറാനിലെ റെജിം ചേഞ്ച് ഞങ്ങൾ മാറ്റിയല്ലോ, അതല്ലെങ്കിൽ ഇറാൻ്റെ ആണവോർജ്ജം ഞങ്ങൾ തകർത്തല്ലോ, ഇറാൻ്റെ മിസൈൽ സിസ്റ്റങ്ങൾ കംപ്ലീറ്റ്ലി ഞങ്ങൾ തീർത്തല്ലോ, ഇനിയിപ്പോൾ ഞങ്ങൾക്ക് യുദ്ധം നിർത്തുന്നതിൽ കുഴപ്പമില്ല എന്നാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ അഭിപ്രായം. ഏതായാലും അഭിപ്രായം ഒന്ന് കേട്ടിട്ട് വരികയുള്ളൂ. But we've defeated the enemy, and they are an enemy. They're a sick group of people. The leadership is gone, the Navy is gone, the Air Force is gone, the anti-aircraft equipment that they have, the radar they have is all gone, everything's gone. The strait itself, the actual strait, how are you? The strait itself is, we're doing a good job. ഇറാന്റെ മിസൈൽ ശേഖരങ്ങൾ തീർത്തു എന്നാണ് ട്രംപ് പറയുന്നത് കേട്ടോ. തീർത്തു എന്ന് പറയുന്ന ആ ഒരു നിമിഷത്തിലും 100 മിസൈലുകളും ഡ്രോണുകളുമാണ് ഈ പറഞ്ഞ ഗൾഫ് രാജ്യങ്ങളിലും ഇസ്രായേലും വീണുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ ട്രംപ് പറഞ്ഞത് നമ്മൾ ഫയൽ വാൻ ജയിച്ചേ എന്ന് പറഞ്ഞ പോലെ അങ്ങ് സമ്മതിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. ഇനി ഇറാന്റെ ആണവോർജ്ജ നിലയങ്ങൾ മൊത്തത്തിൽ തരിച്ച് തകർപ്പണമാക്കി എന്നാണ് പറഞ്ഞത്. ഇതുവരെ അവിടുത്തെ ഒരു ആണവ റിയാക്ടർ ചോർച്ചകളോ കാര്യങ്ങളോ ഇതുവരെ ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇറാൻ ഈ പറഞ്ഞ സാധനം യുറേനിയം 400 കിലോഗ്രാം യുറേനിയം എൻറിച്ച് ചെയ്തിട്ടുള്ള യുറേനിയം എവിടെയാണ് സൂക്ഷിച്ചു വെച്ചതെന്ന് ഇറാന് വ്യക്തമായിട്ട് അറിയാം. അതേതായാലും ട്രംപിന് പിടുത്തം കിട്ടാത്തത് കൊണ്ട് ഇനി തലയുരാൻ ഇത് മാത്രമേ രക്ഷയുള്ളൂ എന്ന് ട്രംപിന് അറിയാം. അപ്പോൾ അതും നമ്മൾ അങ്ങ് സമ്മതിച്ചു കൊടുത്തേക്കുക. ഇനി ഇറാന്റെ വ്യോമ സംവിധാനങ്ങൾ മൊത്തം തകർത്തു, മാത്രമല്ല അവരുടെ നേവി ഞങ്ങൾ തകർത്തു എന്നാണ് പറഞ്ഞത്. നേവി തകർത്തിട്ടും ഇതുവരെ ഹോർമോസ് കടലിടുക്കിന്റെ ഭാഗത്തോട്ട് അമേരിക്കൻ പട്ടാളത്തിന് പോകാൻ പോലും പറ്റിയിട്ടില്ല. ഏതായാലും നമുക്ക് അതൊന്ന് സമ്മതിച്ചു കൊടുത്തേക്കാം. കാരണം USS എബ്രഹാം ലിങ്കൻ കിടക്കുന്നുണ്ട് 2500 കിലോമീറ്റർ അപ്പുറത്ത് മാറിയിട്ട് ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാൻ പറ്റാണ്ട്. പിന്നെ കെട്ടിഘോഷി വന്നിരുന്ന വലിച്ചുകൊണ്ട് വന്നിരുന്ന സാധനമായിരുന്നു USS ജെറാർഡ് ഫോർഡ്. അവിടെ തീ പൊട്ടിട്ട് ഏകദേശം 30 മണിക്കൂർ കത്തിയതിനു ശേഷം ഇപ്പോൾ ഗ്രീസിലോട്ട് പോയിട്ടുണ്ട്. അറ്റകുറ്റപ്പണിക്ക് എന്നാണ് പേര്. പിന്നെ US-ന്റെ ഒരു പടക്കപ്പലുകൾ ഈ പറഞ്ഞ ഹോർമോസിന്റെ അടുത്ത് എത്തിയിട്ടില്ല. കാരണം ഇറാന്റെ നേവിനെ നല്ല പേടി ഇപ്പോഴുണ്ട്. മൂട്ടിൽ പൊട്ടുമെന്ന് അറിയുന്നത് കൊണ്ട് US അതും അങ്ങ് മറച്ചു വെക്കുകയാണ്. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും ഈ ഭാഗത്തോട്ട് അടുത്തിട്ടില്ല പേടിച്ചിട്ട്. അതുകൊണ്ട് നമ്മൾ അതും അങ്ങോട്ട് സമ്മതിച്ചു കൊടുത്തേക്കുക. കാരണം നമ്മുടെ ട്രംപ് അണ്ണനല്ലേ അങ്ങോട്ട് സമ്മതിച്ചു കൊടുത്തേക്കുക. പാവല്ലേ, പേടിയല്ലേ. പേടിക്കുമ്പം അറിയാതൊക്കെ മുള്ളിന്നൊക്കെ വരും, പ്രായത്രക്കായതല്ലേ. അതുകൊണ്ട് അതും നമ്മൾ അങ്ങോട്ട് സമ്മതിച്ചു കൊടുത്തു. ഇനി കെട്ടിഘോഷി വന്നൊരു കാര്യമായിരുന്നു ഇറാന്റെ റെജീം ചേഞ്ച്. പല നേതാക്കളെയും കൊന്നെങ്കിലും ആ റെജീമിന് ഒരു കുലുക്കും സംഭവിച്ചിട്ടില്ല എന്ന് ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ വരെ നോമ്പായതുകൊണ്ട് ഒരു വിധത്തിൽ മാത്രം പോരാടി ഇന്നലെ പെരുന്നാളിന് പൂരപ്പറമ്പ് പോലെ ഇരുന്നു ഈ അറബ് രാജ്യങ്ങളും അതുപോലെ തന്നെ ഇസ്രായേലിന്റെ എല്ലാ സിറ്റികളും. കൂട്ടത്തിൽ UK ബേസ് വരെ അടിച്ചിട്ടുണ്ട്. വല്ലാത്തൊരു കഷ്ടമല്ലേ. അപ്പോൾ ഇത്രയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും US, അതായത് ഡൊണാൾഡ് ട്രംപ് ഓട്ടോമാറ്റിക്കലി ഇതിൽ നിന്ന് പിന്മാറിയിട്ടില്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപ് നിന്ന് കത്തും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള, അതായത് ഡയറക്റ്റ് സമ്മതിച്ച് തരാണ്ട് ഇൻഡയറക്ട്ലി വളഞ്ഞു തിരിഞ്ഞ് മൂക്ക് പിടിച്ച് എങ്ങനെങ്കിലും വന്ന് ആരെങ്കിലും ഇടപെട്ട് ഇതൊന്ന് നിർത്തിത്തരണേ, ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ലേ, 800 മില്യൺ USD ഓൾറെഡി ഞങ്ങളുടെ കയ്യിൽ നിന്ന് തീർന്നു, ഇനി വരുന്ന നവംബറിൽ വരുന്ന അടുത്ത ഇലക്ഷന് എന്നെ മൊത്തത്തിൽ കെട്ടിക്കിട്ടിക്കുമല്ലോ അമേരിക്കക്കാർ എന്നുള്ള ചിന്ത നല്ല ഉള്ളത് കൊണ്ട് ഒന്നും പറയാൻ പറ്റാണ്ട് വായിൽ ആനവായിൽ അമ്പഴങ്ങ എന്ന് പറഞ്ഞ പോലെ ആനവായിലല്ല ട്രംപിന്റെ വായിൽ എന്തോ പൊത്തിരി കത്തിയിട്ടുണ്ട്. അതുകൊണ്ട് മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ട്രംപ് ഉള്ളത്. ഇനി ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡീഗോ ഗാഷ എന്ന് പറഞ്ഞിട്ടുള്ള ദ്വീപ്, അതായത് UKയുടെ ബേസ്, ഈ UKയുടെ ബേസാണ് അമേരിക്കയ്ക്ക് വേണ്ടി UK വിട്ടുകൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ എന്ത് വേണമെങ്കിലും അവിടെ കൊണ്ടുവച്ചോളൂ, നിങ്ങളുടെ വിമാനങ്ങൾ കൊണ്ടുവച്ചോ, അല്ലെങ്കിൽ നിങ്ങളുടെ പൊട്ടിപ്പൊളിഞ്ഞ് അല്ലെങ്കിൽ നിങ്ങളുടെ കത്തിക്കൊണ്ടിരിക്കുന്ന കപ്പലുകൾ വേണ്ടി നിങ്ങൾ സൈഡാക്കിക്കോളൂ, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തതേ സ്റ്റാമറിന് ഓർമ്മയുള്ളൂ. അപ്പോഴേക്കും വീണു 2 മിസൈലുകൾ അങ്ങോട്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇറാന്റെ കയ്യിൽ ഞാനടക്കം ഇതുവരെ പറഞ്ഞിരുന്നു ഏകദേശം മാക്സിമം പോയ 3000 കിലോമീറ്റർ വരെ പോകുന്ന മിസൈലേ ഉള്ളൂ. അതേ അവർ പുറത്തോട്ട് ഇതുവരെ വിട്ടിട്ടുള്ളൂ. അതിൽ ഞാൻ ഇപ്പോൾ ക്ഷമ ചോദിക്കുകയാണ്. കാരണം 4000 കിലോമീറ്റർ ഈ ഡിഗോ ഗാഷയിലേക്കാണ് ഇപ്പം 2 മിസൈലുകൾ പോയി വീണിട്ടുള്ളത്. അപ്പം ഇറാന്റെ കയ്യിൽ ഇനി 4000 ആണോ 10000 ആണോ എന്ന് പോലും അറിയാത്ത രീതിയിലുള്ള മിസൈലുകൾ കയ്യിലുണ്ട്. ഇനി അതല്ലെങ്കിൽ അവർക്ക് ഇത്രയും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള മറ്റ് മിസൈലുകൾ
ആര് കൊടുത്തു എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. ഏതാണെങ്കിലും അമേരിക്കയുടെ സഖ്യകക്ഷികളും അമേരിക്കയും ഇസ്രായേലും കണ്ണ് തള്ളിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇതുവരെ ഇറാന്റെ കയ്യിലുള്ള മിസൈലുകൾ തീർന്നേ എന്ന് പറഞ്ഞു. ഇറാൻ ഓരോ ദിവസവും ഓരോ മോഡലുകളാണ്. ഒരു ദിവസം ഡാൻസ് ചെയ്യുന്നിടക്കും, ഒരു ദിവസം വളഞ്ഞു തിരിഞ്ഞ് പോകുന്നിടക്കും, ഒരു ദിവസം കുത്തനെ പോയി നേരെ വന്ന് ഇടിക്കുന്നിടക്കും. ഇപ്പോൾ 4000 കിലോമീറ്റർ പോകുന്ന മിസൈൽ വരെ ഇറാൻ പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇറാന്റെ മിസൈൽ ശേഖരങ്ങൾ തീർത്തു, ഇറാന്റെ മിസൈൽ ഉണ്ടാക്കുന്ന ശാലകൾ ഞങ്ങൾ തീർത്തു എന്നൊക്കെ പറയുന്ന അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഒരു ഗിമ്മിക്ക് അല്ലെങ്കിൽ പറയുന്ന കളവുകൾ എത്രത്തോളം ഉണ്ടെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പം ഇത് ഇറാൻ ഉണ്ടാക്കിയതാണെങ്കിലും ഇറാന് കിട്ടിയതാണെങ്കിലും ഇറാന്റെ കയ്യിൽ ഇതുപോലത്തെ പല സാധനങ്ങളും ഇനിയുണ്ട് എന്ന് അവർ വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാണെങ്കിലും ഈ ഒരു അവസരത്തിൽ അമേരിക്കയും ഇസ്രായേലും പെട്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ ഇവർക്ക് ആദ്യം ഞങ്ങൾ കൊടുക്കും, പിന്നെ ഞങ്ങൾ കൊടുക്കൂല, വീണ്ടും ഞങ്ങൾ കൊടുത്ത എയർബേസ് അല്ലെങ്കിൽ ഒരു യുദ്ധത്തിന്റെ ഒരു സപ്പോർട്ട് കൊടുത്ത UK വലിയ പെടലാണ് പെട്ടിരിക്കുന്നത്. ഇനി ഇതൊക്കെ പറഞ്ഞു നടക്കുന്ന സമയത്തും ട്രംപ് തന്റെ ചതിപ്രവർത്തികൾ പിന്നിലൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് ഏകദേശം 4000 വരുന്ന മെറീനുകളാണ് ഇങ്ങോട്ട് എത്തിച്ചിട്ടുള്ളത്. നേരിട്ട് ഇറാന്റെ ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ടുള്ള യുദ്ധത്തിന് വേണ്ടിയിട്ടാണ്. ഇറാന്റെ ഗാർക്ക് പ്രവിശ്യ കംപ്ലീറ്റ്ലി ഏറ്റെടുക്കാനുള്ള പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കൂടെ. കാരണം നോർമലി ഒരു ചതിയന്മാരുടെ മനസ്സിൽ ഇപ്പം ഈ ട്രംപിനെ എടുത്തു കഴിഞ്ഞാലും അതുപോലെ നെതന്യാഹുവിനെ എടുത്ത ഉള്ളിലെ ചതി അവരെപ്പോഴും പുറത്തോട്ട് കാണിക്കും. അതിന്റെ ഭാഗമായിട്ട് ഉള്ളിൽ ഇത്തരത്തിലുള്ള പ്രവർത്തികളും US ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല USS ട്രിപ്പോളി പിന്നാലെ വരുന്നുണ്ട്. കാരണം ഉണ്ടായിരുന്ന 2 കപ്പലിലും വെടികൊണ്ട് മാറിയ സ്ഥിതിക്ക് ഒരു കപ്പലെങ്കിലും തന്റെ ധൈര്യത്തിന് വേണം എന്നുള്ളത് കൊണ്ട് USS ട്രിപ്പോളി വരുന്നുണ്ട്. പിന്നെ ഇറാന്റെ ഈ പറഞ്ഞ നഷ്ടപ്പെട്ടു പോയ വ്യോമ പ്രതിരോധ സിസ്റ്റങ്ങളും അല്ലെങ്കിൽ വ്യോമ കംപ്ലീറ്റ് അവരുടെ എന്താ പറയാ പട്ടാളമൊക്കെ തീർന്നു എന്ന് പറയുമ്പോഴും F-35 പോലത്തെ ലോകത്തെ ആദ്യമായിട്ടൊരു F-35 വീഴ്ത്തുന്ന രാജ്യം തന്നെ ഇറാൻ ആയത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഒരു സൈഡിൽ കൂടെ ഈ പ്രഖ്യാപനങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ മറ്റൊരു സൈഡിൽ കൂടെ ചതിയുടെ എല്ലാ പരിപാടികളും അമേരിക്ക അവിടെ ചെയ്തു വെക്കുന്നുണ്ട്. ഇതറിഞ്ഞതുകൊണ്ട് തന്നെയാണ് അബ്ബാസ് അറാഗ്ചി ഇന്ന് വന്ന് പറഞ്ഞത് ഞങ്ങൾ ഒരു സീസ് ഫയറിനും ഇല്ല, യുദ്ധം നിർത്താൻ ഞങ്ങൾ പ്ലാനും ചെയ്തിട്ടില്ല. നിങ്ങൾ എത്ര വേണമെങ്കിലും ബോംബിട്ടോ, നിങ്ങൾ എത്ര വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞങ്ങൾ ഏത് നേതാക്കന്മാരെ നിങ്ങൾ കൊന്നോ എങ്കിലും നിങ്ങൾ അടിച്ചു തീർക്കും, ഞങ്ങൾ തീരുമാനിക്കും എപ്പോൾ യുദ്ധം നിർത്തണം എന്നാണ് ഇന്ന് ഇറാന്റെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ള തീരുമാനം. കാരണം യുദ്ധം നിർത്തി എന്ന് പറഞ്ഞ് ഇവന്മാർ പിന്മാറിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൽ നിന്ന് ആ ഒരു യുദ്ധ സാഹചര്യത്തിൽ നിന്ന് ഇറാൻ പിന്മാറിക്കഴിഞ്ഞാലും ഇവന്മാർ ചതിയിലൂടെ വീണ്ടും അവിടെ മാക്സിമം ആളുകളെ കൊന്നിട്ടും അല്ലെങ്കിൽ നേതാക്കന്മാരെ കൊന്നിട്ടും മറ്റ് ആഭ്യന്തര കലവുണ്ടാക്കാനുള്ള എല്ലാ ചെറ്റത്തരം ചെയ്യും എന്നുള്ള പൂർണ്ണ ഉറപ്പ് ഇറാനുണ്ട്. മാത്രമല്ല കൊന്നു തീർത്തിട്ടുള്ള അല്ലെങ്കിൽ ഇറാന്റെ കൂട്ടത്തിലുള്ള ആളുകളെ കൊലപ്പെടുത്തിയിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ ജനതയുടെ തന്നെ പരമോന്നത നേതാക്കളും അവരൊരുപാട് ഇഷ്ടപ്പെടുന്ന അവരുടെ മറ്റ് നേതാക്കളുമാണ്. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു റിവെഞ്ച് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അതിനുള്ള ബഗലായിട്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഇറാൻ ചെയ്യുമെന്നാണ് ഈ പ്രസ്താവനയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി ജോ കെൻഡ് ഇന്നലെ ഒരു ഇന്റർവ്യൂ കൊടുത്തിരുന്നു. ഓൾറെഡി ടെക്കൽ കാർസനുമായിട്ടുള്ള ഒരു പോഡ്കാസ്റ്റ് ഉണ്ടായിരുന്നു. അതല്ലാണ്ട് മറ്റൊരു ഇന്റർവ്യൂ കൂടെ ഇന്നലെ കൊടുത്തിട്ടുണ്ട്. അതിൽ വ്യക്തമായിട്ട് പുള്ളി പറഞ്ഞിട്ടുള്ളത് ആരാണെന്ന് എല്ലാവർക്കും അറിയാമല്ലേ, അമേരിക്കയുടെ ഫോർമർ ഇപ്പല്ല മുൻ ഡയറക്ടർ ആയിരുന്നു. അതായത് കൗണ്ടർ ടെററിസം ഡിപ്പാർട്ട്മെന്റ് സെന്ററിന്റെ ഡയറക്ടർ ആയിരുന്നു പുള്ളി. കഴിഞ്ഞ ദിവസം രാജിവെച്ച് പുറത്തു പോയിട്ടുണ്ട്. പുള്ളിയോട് ഇന്നലെ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള പുള്ളിയുടെ ഉത്തരങ്ങൾ ഇങ്ങനെയായിരുന്നു: ഞാൻ മനസാക്ഷിയുടെ തീരുമാനമാണ് എടുത്തത്. 20 വർഷത്തെ സൈനിക സേവനത്തിന് ശേഷം രാജ്യം തെറ്റായ പാതയിലൂടെയാണ് നയിക്കപ്പെടുന്നത് എന്ന് തനിക്ക് തോന്നിയത്. അതുകൊണ്ട് ഞാൻ രാജിവെക്കുകയാണ്. വിദേശ മണ്ണിൽ മരിക്കാൻ യുവാക്കളെ അയക്കില്ല. താൻ മുൻപ് എടുത്ത സത്യപ്രതിജ്ഞയുണ്ട്, അത് ഓർമ്മിച്ചുകൊണ്ടാണ് ഞാൻ ഈ പരിപാടിയിൽ നിന്ന് മാറിയത്. ഇനി കത്തോലിക്ക വിശ്വാസിയായിട്ടുള്ള ഞാൻ തൻ്റെ ഈ തീരുമാനത്തിന് പിന്നിൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നും കൂടെ പറയുന്നുണ്ട്. ഇനി അത് മാത്രമല്ല, ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് പ്രത്യേക ദേശീയ സുരക്ഷാ താല്പര്യങ്ങളൊന്നുമില്ലെന്നും അദ്ദേഹം വാദിക്കുന്നുണ്ട്. ഇത് മൊത്തത്തിൽ ഇസ്രായേലിനും നെതന്യാഹുവിനും വേണ്ടി ചെയ്യുന്നൊരു യുദ്ധം മാത്രമാണ്. അതിന് എൻ്റെ ജനങ്ങളെ, എൻ്റെ പട്ടാളക്കാരെ വിട്ടുകൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ നിന്ന് പിന്മാറുന്നത്. അതുപോലെ വിദേശ രാജ്യങ്ങളിലെ യുദ്ധങ്ങളെ പിന്തുണയ്ക്കുന്ന ജനപ്രതിനിധികൾക്ക് വോട്ട് ചെയ്യരുതെന്ന് എന്നും കൂടെ അദ്ദേഹം ആഹ്വാനം ചെയ്തിട്ടുണ്ട്. യുവാക്കളുടെ ഇടപെടലും സാങ്കേതിക വിദ്യയുടെ ശരിയായ ഉപയോഗത്തിലും തനിക്ക് വലിയ പ്രതീക്ഷയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അത് ഇത്തരത്തിലുള്ള ട്രംപിനെ പോലത്തെ ആളുകൾക്ക് ദുരുപയോഗം ചെയ്യാൻ വേണ്ടി നമ്മൾ വിട്ടുകൊടുക്കരുത് എന്നാണ് ജോ കെൻഡ് ഇന്നലെ വന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പം ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക യുദ്ധത്തിൽ നടക്കുന്നത്. മൊത്തം ടിസ്റ്റുകളാണ്. ഒരു ടിസ്റ്റും സംഭവിക്കാത്തത് ഇറാനാണ്. യുദ്ധം ചെയ്ത് തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ ഒരു വ്യത്യാസമില്ലാണ്ട് അവർ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനിടയിൽ ഇസ്രായേൽ ആണെങ്കിലും അമേരിക്ക ആണെങ്കിലും പല പരിപാടികളും പല ചതിപ്പടികളും പലതരത്തിലുള്ള നയമാറ്റങ്ങളും പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കി, രണ്ട് രാജ്യങ്ങളുടെയും രണ്ടല്ല, ഇവിടെ ഒരു രാജ്യം, ഇവിടെ 2 രാജ്യങ്ങൾ, ലോകത്തിലെ വലിയ 2 രാജ്യങ്ങളും ഇവിടെ ഒരു ചെറിയ രാജ്യം തമ്മിലുള്ള യുദ്ധം തുടങ്ങിയ അന്ന് മുതൽ രണ്ടുപേരുടെയും പ്രസ്താവനകളും നിലപാടുകളുടെയും വ്യത്യാസങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ സംഖ്യയും കൃസംഖ്യയും മുസംഖ്യയും എച്ചിലുകളും അല്ലാത്ത എല്ലാ തിട്ടങ്ങൾക്കും മനസ്സിലാവും ആരാണ് ഇവിടെ യഥാർത്ഥത്തിൽ സത്യം ചെയ്യുന്നത്, പറഞ്ഞ പ്രവൃത്തി ചെയ്യുന്നത്, ആരാണ് ഇവിടെ ചെറ്റത്തരോ ഇപ്പുറത്തുള്ള ചതിക്കുഴികളും മറ്റ് ചതിപരിപാടികളും മാത്രം ചെയ്ത് ലോകത്തിന് യഥാർത്ഥ ത്രെട്ടായിട്ട് നിൽക്കുന്നത് എന്നുള്ളത് പ്രേക്ഷകർക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ വീഡിയോക്ക് മാക്സിമം ഷെയറും ലൈക്കും അതുപോലെ സപ്പോർട്ടും ഒക്കെ തരിക. മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ട്രൈ ചെയ്യുക. കാരണം നല്ല രീതിയിൽ നമുക്കിട്ട് പണി തരാൻ ആളുകൾ ട്രൈ ചെയ്യുന്നുണ്ട്. അത് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണെന്ന് മാത്രം. ശരി.